ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തേതും. ജൂലൈ 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും ഉൾപ്പെടെയുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. ജനറൽ പേപ്പറിൻ്റെ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓരോന്നും ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്താണ് ഞാൻ ക്ലാസ്സുകൾ ഇട്ടിരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ ക്ലാസ്സുകൾ കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ജൂലൈ 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തേതും. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. കൺസെപ്റ്റ് ഫോർമുലേഷൻ ഇൻവോൾവ്സ് ഓപ്ഷൻസ് എ അബ്സ്ട്രാക്റ്റിംഗ് ഓൺലി, ബി ജനറലൈസേഷൻ ഓൺലി, സി ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ, ഡി നെയ്തർ അബ്സ്ട്രാക്റ്റിംഗ് നോർ ജനറലൈസേഷൻ. കൺസെപ്റ്റ് ഫോർമുലേഷൻ അഥവാ ആശയ രൂപീകരണത്തിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ. കൺസെപ്റ്റ് ഫോർമുലേഷൻ ഇൻവോൾവ്സ് ബോത്ത് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ജനറലൈസേഷൻ. നെക്സ്റ്റ്, ചൈൽഡ് അപ്രസെപ്ഷൻ ടെസ്റ്റ് അഥവാ CAT ഫോർ പേഴ്സണാലിറ്റി മെഷർമെൻറ്റ് വാസ് ഡെവലപ്ഡ് ബൈ. ഓപ്ഷൻസ് എ ഹോളണ്ട്, ബി സ്കിന്നർ, സി മുറേ, ഡി ബെല്ലാക്ക്. ആൻസർ ഓപ്ഷൻ ഡി ബെല്ലാക്ക്. ചൈൽഡ് അപ്രസെപ്ഷൻ ടെസ്റ്റ് അഥവാ CAT ഫോർ പേഴ്സണാലിറ്റി മെഷർമെൻറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബെല്ലാക്ക്. റോഷാർക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഇയർ 1921. ഹെർമൻ റോഷാർക്ക്. ഹെർമൻ റോഷാർക്കാണ് റോഷാർക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് കണ്ടുപിടിച്ചത്. അത് 1921 തെമാറ്റിക് അപ്രസിയേഷൻ ടെസ്റ്റ് 1935 മോർഗൻ മുറേ. അതുപോലെ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് PSI 1956 മോർഗൻ ആൻഡ് ഗാക്ലെക്സ്. സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അതും ഇതുപോലെ ഒരു ടെസ്റ്റാണ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കാൾ ജങ്. ഡയഗ്നൈസിങ് ബിഹേവിയർ ഡിസോർഡർ. ഡയഗ്നൈസിങ് ബിഹേവിയർ ഡിസോർഡറിന് വേണ്ടിയിട്ടുള്ളതാണ് വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് കൊണ്ടുവന്നത് കാൾ ജങ്. സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. ഈ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളെല്ലാം പേഴ്സണാലിറ്റി മെഷർമെൻറ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരെയും ഇയറും കൊടുത്തിട്ടുണ്ട്. തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കണം. റോഷാർക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് 1921 ഹെർമൻ റോഷാർക്ക്. തെമാറ്റിക് അപ്രസിയേഷൻ ടെസ്റ്റ് 1935 മോർഗൻ മൊറേ. പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് PSI 1956 മോർഗൻ ആൻഡ് ഗാക്ലെക്സ്. സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കാൾ ജങ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കൊണ്ടുവന്നത് കാൾ ജങ്ങും ഡയഗ്നൈസിങ് ബിഹേവിയർ ഡിസോർഡർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതുമാണ്. സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. ഈ ടെസ്റ്റുകളെല്ലാം പേഴ്സണാലിറ്റി മെഷർമെൻറ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. മാച്ച് ദ ഫോളോവിങ്. ലിസ്റ്റ് ഫസ്റ്റ് മോഡൽ ഓഫ് ഇൻ്റലക്റ്റ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, മൾട്ടി ഫാക്ടർ തിയറി, ഇമോഷണൽ ഇൻ്റലിജൻസ്. ലിസ്റ്റ് സെക്കൻഡ് തോണ്ടേക്ക്, ഗിൽഫോർഡ്, ഗോൾമാൻ, ഗാർട്ട്നർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ഗിൽഫോർഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർട്ട്നർ, മൾട്ടി ഫാക്ടർ തിയറി തോണ്ടേക്ക്, ഇമോഷണൽ ഇൻ്റലിജൻസ് ഗിൽഫോർഡ്. A2, B4, C1, D3. Out of the following, which alternative shows characteristics of the formal operational stage given by Jean Piaget? Options A. Object permanence in children. B. The child gains an understanding of principles such as conservation. C. The child acquires reversible thinking ability. D. Create several forms of logical thought. പിയാഷെ കൊണ്ടുവന്ന ഒരു തിയറിയാണ് കൊഗ്നിറ്റീവ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൽ 4 സ്റ്റേജസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ 4ാമത്തെ സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ.
അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട്. ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട്. ഈ തിയറിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് നോക്കാം. കാരണം എല്ലാ പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. 1 മാർക്ക് എന്തായാലും ഉറപ്പിക്കാം. Jean Piaget. Piaget was born in Switzerland in the late 1800s and was a precocious student, publishing his first scientific paper when he was just 11 years old. 1800കളുടെ അവസാനത്തിൽ സ്വിറ്റ്സർലൻഡിലാണ് പിയാഷെ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ 11ാമത്തെ വയസ്സിലാണ് തൻ്റെ ആദ്യത്തെ ശാസ്ത്രപ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. Piaget was one of the first to identify that the way that the children think is different from the way adults think. അതായത് കുട്ടികൾ ചിന്തിക്കുന്ന രീതി മുതിർന്നവരുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞവരിൽ ഒരാളാണ് പിയാഷെ. Piaget proposed that intelligence grows and develops through a series of stages. Older children do not just think more quickly than younger children. Instead, there are both quantitative and qualitative difference between the thinking of young children versus older children. ബുദ്ധി വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് നിരവധി ഘട്ടങ്ങളിലൂടെയാണെന്ന് പിയാഷെ നിർദ്ദേശിച്ചു. മുതിർന്ന കുട്ടികൾ ചെറിയ കുട്ടികളെക്കാൾ വേഗത്തിൽ ചിന്തിക്കുന്നില്ല. അതേസമയം ചെറിയ കുട്ടികളുടെ ചിന്തകളും മുതിർന്ന കുട്ടികളുടെ ചിന്തകളും തമ്മിൽ ക്വാളിറ്റി പരമായും ക്വാണ്ടിറ്റി പരമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പിയാഷെസ് 4 stages of cognitive development. Cognitive development means വൈജ്ഞാനിക വികസനം. പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിലെ 4 സ്റ്റേജസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ബർത്ത് ടു 2 years. ഏജ് വരുന്നത് ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 മുതൽ 7 വയസ്സ് വരെ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 വയസ്സിനും അതിന് മുകളിലോട്ടും. വയസ്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സ്റ്റേജും ചോദിച്ചിട്ട് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ തിയറി പഠിച്ചു വെച്ചിരിക്കണം. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ബർത്ത് ടു 2 years, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 years, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 and up. Piaget's stage theory describes the cognitive development of children. Cognitive development involves changes in cognitive process and abilities. In Piaget's view, early cognitive development involves processes based upon actions and later progresses to changes in mental operations. Piaget's stage theory describes the cognitive development of children. പിയാഷെയുടെ സ്റ്റേജ് തിയറി കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തെ വിവരിക്കുന്നു. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ കൊഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് എബിലിറ്റീസ്. വൈജ്ഞാനിക വികസനത്തിൽ വൈജ്ഞാനിക പ്രക്രിയയിലും കഴിവുകളിലും മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. In Piaget's view, early cognitive development involves processes based upon actions and later progresses to changes in mental operations. പിയാഷെയുടെ വീക്ഷണത്തിൽ ആദ്യകാല വൈജ്ഞാനിക വികസനത്തിൽ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രക്രിയകൾ ഉൾപ്പെടുന്നു. പിന്നീട് മാനസിക പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങളിലേക്ക് ഇത് പുരോഗമിക്കുന്നു. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് ബർത്ത് ടു 2 years. ഡ്യൂറിംഗ് ദിസ് ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻഫൻറ്റ് ആൻഡ് ടോഡ്ലേഴ്സ് അക്വയർ നോളജ് ത്രൂ സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. എ ചൈൽഡ്സ് എൻറ്റയർ എക്സ്പീരിയൻസസ് അറ്റ് ദി ഏർലിയസ്റ്റ് പീരീഡ് ഓഫ് ദി സ്റ്റേജ് ഒക്കേഴ്സ് ത്രൂ ബേസിക് റിഫ്ലക്സസ്, സെൻസസ് ആൻഡ് മോട്ടോർ റെസ്പോൺസസും. During this earliest stage of cognitive development, infant and toddlers acquire knowledge through sensory experiences and manipulating objects. വൈജ്ഞാനിക വികസനത്തിൻ്റെ ഈ ആദ്യഘട്ടത്തിൽ ശിശുക്കളും കുട്ടികളും ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയും വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിലൂടെയുമാണ് അറിവ് നേടുന്നത്.
A child's entire experience at the earliest period of the stage occurs through basic reflexes, senses and motor responses. ഈ സ്റ്റേജിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു കുട്ടിയുടെ മുഴുവൻ അനുഭവങ്ങളും അടിസ്ഥാനമായി പ്രതിഫലിക്കുന്നത് ഇന്ദ്രിയങ്ങൾ, മോട്ടോർ പ്രതികരണങ്ങൾ എന്നിവയിലൂടെയാണ് സംഭവിക്കുന്നത്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഡ്യൂറിങ് ദി സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജിലെ ക്യാരക്ടറിസ്റ്റിക്സും ആൻഡ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസുമാണ്. ഇതുമായി റിലേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ. Know the world through movements and sensations. Learn about the world through basic actions such as sucking, grasping, looking and listening. Learn that things continue to exist even when they cannot be seen or object permanence. Realize that they are separate beings from the people and objects around them. Realize that their actions can cause things to happen in the world around them. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നതാണ് നോ ദ വേൾഡ് ത്രൂ മൂവ്മെൻറ്റ്സ് ആൻഡ് സെൻസേഷൻസ്. ചലനങ്ങളിലൂടെയും സംവേദനങ്ങളിലൂടെയും ലോകത്തെ അറിയുക. ലേൺ എബൌട്ട് ദ വേൾഡ് ത്രൂ ബേസിക് ആക്ഷൻസ് സച്ച് ആസ് സക്കിംഗ്, ഗ്രാസ്പിംഗ്, ലുക്കിംഗ് ആൻഡ് ലിസണിംഗ്. മുല കുടിക്കുക, പിടിക്കുക, നോക്കുക, കേൾക്കുക തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളിലൂടെ ലോകത്തെക്കുറിച്ച് പഠിക്കുക. Learn that things continue to exist even when they cannot be seen or object permanence. കാണാൻ കഴിയാത്തപ്പോഴും കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് ഒബ്ജക്റ്റ് പെർമനൻസ് അഥവാ വസ്തുസ്ഥിരത. ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അത് ഒന്നാമത്തെ സ്റ്റേജിൽ ഉൾപ്പെടുന്നതാണെന്ന് തന്നെ ഓർത്ത് വെച്ചിരിക്കണം. സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഉൾപ്പെടുന്ന ഒരു വേർഡാണ് ഒബ്ജക്റ്റ് പെർമനൻസ് അഥവാ വസ്തുസ്ഥിരത. റിയലൈസ് ദാറ്റ് ദേ ആർ സെപ്പറേറ്റ് ബീയിങ്സ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ഒബ്ജക്ട്സ് അറൗണ്ട് ദം. അവ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും വേറിട്ട ജീവികളാണെന്ന് മനസ്സിലാക്കുക. Realize that their actions can cause things to happen in the world around them. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. During the sensory motor stage, children go through a period of dramatic growth and learning. As kids interact with their environment, they continually make new discoveries about how the world works. ഈ സ്റ്റേജിൽ കുട്ടികൾ നാടകീയമായ വളർച്ചയുടെയും പഠനത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. കുട്ടികൾ അവരുടെ പരിസ്ഥിതിയുമായി ഇടപഴകുമ്പോൾ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർ നിരന്തരം പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നു. Piaget believed that developing object permanence or object constancy, the understanding that objects continue to exist even when they cannot be seen, was an important element at this point of development. Object permanence അഥവാ വസ്തുസ്ഥിരത വികസിപ്പിക്കുന്നത് അവ കാണാൻ കഴിയാത്തപ്പോഴും അവ നിലനിൽക്കുന്നു എന്ന ധാരണ വികസനത്തിൻ്റെ ഈ ഘട്ടത്തിലെ ഒരു പ്രധാന ഘടകമാണെന്ന് പിയാഷെ വിശ്വസിച്ചു. By learning that objects are separate and distinct entities and that they have an existence of their own outside of individual perception, children are then able to attach names and words to objects. വസ്തുക്കൾ വ്യത്യസ്തവുമായ അസ്തിത്വങ്ങളാണെന്നും അവയ്ക്ക് വ്യക്തിഗത ധാരണയ്ക്ക് പുറത്ത് അവയ്ക്ക് സ്വന്തമായ അസ്തിത്വമുണ്ടെന്നും പഠിക്കുന്നതിലൂടെ വസ്തുക്കളോട് പേരുകളും വാക്കുകളും ചേർക്കാൻ കുട്ടികൾക്ക് കഴിയും. ഇതെല്ലാം ഒന്നാമത്തെ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളാണ്. 2 വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ഇതിനെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഏജസ് 2 to 7. The foundations of language development may have been laid during the previous stage, but the emergence of language is one of the major hallmarks of the pre-operational stage of the development. ഭാഷാ വികസനത്തിൻ്റെ അടിസ്ഥാനം മുൻഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കാം. എന്നാൽ ഭാഷയുടെ ആവിർഭാവം വികസനത്തിൻ്റെ മുൻകാലഘട്ടത്തിൽ അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ പ്രധാന മുഖമുദ്രകളിൽ ഒന്നാണ്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ദിസ്
സ്റ്റേജ്, അതായത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ബീയിങ് ടു തിങ്ക് സിംബോളിക്കലി ആൻഡ് ലേൺ ടു യൂസ് വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ് ടു റെപ്രസെന്റ് ഒബ്ജക്ട്സ്. Tend to be egocentric and struggle to see things from the perspective of others. Getting better with language and thinking, but still tend to the think in very concrete terms. Being to think symbolically and learn to use words and pictures to represent objects. പ്രതീകാത്മകമായി ചിന്തിക്കുക, വസ്തുക്കളെ പ്രതിനിധീകരിക്കാൻ വാക്കുകളും ചിത്രങ്ങളും ഉപയോഗിക്കാൻ പഠിക്കുക. Tend to be egocentric and struggle to see things from the perspective of others. അഹംഭാവമുള്ളവരും മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ പാടുപെടുന്നവരുമാണ്. ഗെറ്റിംഗ് ബെറ്റർ വിത്ത് ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് ബട്ട് സ്റ്റിൽ ടെൻഡ് ടു തിങ്ക് ഇൻ വെരി കോൺക്രീറ്റ് ടേംസ്. ഭാഷയും ചിന്തയും മെച്ചപ്പെടുത്തുന്നു, പക്ഷേ ഇപ്പോഴും വളരെ മൂർത്തമായ പദങ്ങളിൽ ചിന്തിക്കാൻ പ്രവണത കാണിക്കുന്നു. അതെല്ലാം ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ, അതായത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നതാണ്. അറ്റ് ദിസ് സ്റ്റേജ് കിഡ്സ് ലേൺ ത്രൂ pretend play but still struggle with logic and taking the point of view of other people. They also often struggle with understanding the idea of constancy. ഈ ഘട്ടത്തിൽ കുട്ടികൾ സാങ്കല്പികമായ കളികളിലൂടെ ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ ഇപ്പോഴും യുക്തിയുമായി പോരാടുകയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എടുക്കുകയും ചെയ്യുന്നു. സ്ഥിരത എന്ന ആശയം മനസ്സിലാക്കുന്നതിൽ അവർ പലപ്പോഴും ബുദ്ധിമുട്ടുന്നു. ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ 2 മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായത്തിൽ. 3rd സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഏജസ് 7 to 11 years. While children are still very concrete and literal in their thinking at this point in development, they become much more adept at using logic. The egocentrism of the previous stage begins to disappear as kids become better in thinking about how other people might view a situation. വികസനത്തിൻ്റെ ഈ ഘട്ടത്തിൽ കുട്ടികൾ ഇപ്പോഴും വളരെ മൂർത്തവും അക്ഷരാർത്ഥത്തിലുള്ളതുമായ ചിന്താഗതിയിൽ ആയിരിക്കുമ്പോൾ അവർ യുക്തി ഉപയോഗിക്കുന്നതിൽ കൂടുതൽ പ്രാവീണ്യമുള്ളവരായി മാറുന്നു. മറ്റ് ആളുകൾ ഒരു സാഹചര്യത്തെ എങ്ങനെ വീക്ഷിക്കുമെന്ന് ചിന്തിക്കുന്നതിൽ കുട്ടികൾ മെച്ചപ്പെടുന്നതോടെ മുമ്പത്തെ ഘട്ടത്തിലെ അഹംഭാവം അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. ഇത് 3ാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ്. Major characteristics and developmental changes during this stage. Begin to think logically about concrete events. Begin to understand the concept of conservation, that the amount of liquid in a short white cup is equal to that in a tall skinny glass. Thinking becomes more logical and organized but still very concrete. Begin using inductive logic or reasoning from specific information to a general principle. Begin to think logically about concrete events. മൂർത്ത സംഭവങ്ങളെക്കുറിച്ച് യുക്തിസഹമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. Begin to understand the concept of conservation, that the amount of liquid in a short white cup is equal to that in a tall skinny glass. ഈ സ്റ്റേജിൽ കൺസർവേഷൻ എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. That the amount of liquid in a short white cup is equal to that in a tall skinny glass. അതായത് ഒരു ചെറുതും വീതിയുമുള്ളതുമായ കപ്പിലെ ദ്രാവകത്തിൻ്റെ അളവ് ഉയരമുള്ള സ്കിന്നിങ് ഗ്ലാസ്സിലുള്ളതിന് തുല്യമാണ് എന്ന് കുട്ടി മനസ്സിലാക്കാൻ തുടങ്ങുന്നു. പിന്നെ തിങ്കിങ് ബിക്കംസ് മോർ ലോജിക്കൽ ആൻഡ് ഓർഗനൈസ്ഡ് ബട്ട് സ്റ്റിൽ വെരി കോൺക്രീറ്റ്. ചിന്ത കൂടുതൽ യുക്തിസഹവും സംഘടിതവുമാണ്, പക്ഷേ ഇപ്പോഴും വളരെ മൂർത്തമാണ്. Begin using inductive logic or reasoning from specific information to a general principle. അതായത് പ്രേരകമായ യുക്തി ഉപയോഗിച്ച് ആരംഭിക്കുക, അല്ലെങ്കിൽ നിർദ്ദിഷ്ട വിവരങ്ങളിൽ നിന്ന് ഒരു പൊതു തത്വത്തിലേക്ക് വിചിന്തനം ചെയ്യുക. While thinking becomes much more logical during the concrete operational stage, it can also be very rigid. Kids at this point in development tend to struggle with abstract and hypothetical concepts. മൂർത്തമായ പ്രവർത്തന ഘട്ടത്തിൽ ചിന്ത കൂടുതൽ യുക്തിസഹമാകുമ്പോൾ അത് വളരെ കർക്കശമായിരിക്കും. വികസനത്തിൻ്റെ ഈ ഘട്ടത്തിൽ കുട്ടികൾ അമൂർത്തവും സാങ്കല്പികവുമായ ആശയങ്ങളുമായി പോരാടുന്നു.
During this stage, children also becomes less egocentric and begin to think about how other people might think and feel. Kids in the concrete operational stage also begins to understand that their thoughts are unique to them and that not everyone else necessarily shares their thoughts, feelings and opinions. During this stage, children also becomes less egocentric and begins to think about how other people might think and feel. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ അഹംഭാവം കുറയുകയും മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. Kids in the concrete operational stage also begins to understand that their thoughts are unique to them and that not everyone else necessarily shares their thoughts, ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻസ്. മൂർത്തമായ പ്രവർത്തന ഘട്ടത്തിലൂടെ കുട്ടികൾ അവരുടെ ചിന്തകൾ തങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും മറ്റെല്ലാവരും അവരുടെ ചിന്തകളും വികാരങ്ങളും അഭിപ്രായങ്ങളും പങ്കിടേണ്ടതില്ലെന്നും മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഫോർത്ത് സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ages 12 and up. The final stage of Piaget's theory involves an increase in logic, the ability to use deductive reasoning and an understanding of abstract ideas. At this point, adolescents and young adults become capable of seeing multiple potential solutions to problems and think more scientifically about the world around them. The final stage of Piaget's theory involves an increase in logical, the ability to use the deductive reasoning and an understanding of abstract ideas. പിയാഷയുടെ സിദ്ധാന്തത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യുക്തിയുടെ വർധനവ്, ഡിഡക്റ്റീവ് റീസണിംഗ് ഉപയോഗിക്കാനുള്ള കഴിവും അമൂർത്ത ആശയങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്നിവ ഉൾപ്പെടുന്നു. At this point, adolescents and young adults become capable of seeing multiple potential solutions to problems and think more scientifically about the world around them. ഈ ഘട്ടത്തിൽ കൗമാരക്കാരും ചെറുപ്പക്കാരും പ്രശ്നങ്ങൾക്ക് ഒന്നിലധികം സാധ്യതയുള്ള പരിഹാരങ്ങൾ കാണാനും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയമായി ചിന്തിക്കാനും പ്രാപ്തരാകുന്നു. Major characteristics and developmental changes during this stage: begins to think abstractly and reason about hypothetical problems, begins to think more about moral, philosophical, ethical, social and theoretical and abstract reasoning, begins to use deductive logical reasoning from a general principle to specific information, begins to think abstractly and reason about hypothetical problems. സാങ്കല്പിക പ്രശ്നങ്ങളെക്കുറിച്ച് അമൂർത്തമായി ചിന്തിക്കാനും വിചിന്തനം ചെയ്യാനും തുടങ്ങുന്നു. begins to think more about moral, philosophical, ethical, social and theoretical and abstract reasoning. സൈദ്ധാന്തികവും അമൂർത്തവുമായ ന്യായവാദം ആവശ്യമുള്ള ധാർമ്മികവും സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. begins to use deductive logic or reasoning from a general principle to specific information. ഒരു പൊതു തത്വത്തിൽ നിന്ന് നിർദ്ദിഷ്ടമായ വിവരങ്ങളിലേക്കും യുക്തിപരമായി ചിന്തിക്കാനും അനുമാനത്തിലെത്താനും തുടങ്ങുന്നു. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ സ്പെസിഫിക് ഇൻഫർമേഷൻ ടു ജനറൽ പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ ജനറൽ പ്രിൻസിപ്പിൾസ് ടു സ്പെസിഫിക് ഇൻഫർമേഷൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ. തിരിഞ്ഞു പോകരുത്. The ability to thinking about abstract ideas and situations in the key hallmark of the formal operational stage of cognitive development. The ability to systematically plan for the future and reason about hypothetical situations are also critical abilities that emerge during this stage. The ability to think about abstract ideas and situations is the key hallmark of the formal operational stage of cognitive development. അമൂർത്തമായ ആശയങ്ങളെയും സാഹചര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഔപചാരിക പ്രവർത്തന ഘട്ടത്തിൻ്റെ പ്രധാന മുഖമുദ്രയാണ്. The ability to systematically plan for the future and reason about hypothetical situations are also critical abilities that emerge during this stage. ഭാവിയെക്കുറിച്ച് ചിട്ടയായി ആസൂത്രണം ചെയ്യാനുള്ള കഴിവും സാങ്കല്പിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കാരണവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന നിർണായക കഴിവുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ഇത് നല്ലതുപോലെ പഠിച്ചെടുക്കണം. എന്തായാലും 1 മാർക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ഉറപ്പിക്കാം.
എല്ലാ പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് മുന്നേ എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി ശ്രമിക്കണം. പ്രധാന പോയിൻറ്റ്സ് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.